Good evening to all. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് 4ാമത്തെ ലെസൺ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? സ്റ്റാർട്ട് ചെയ്ത് ഒരു പകുതിയായുള്ളൂ അല്ലേ? അപ്പൊ ബാക്കി നമുക്ക് എടുക്കാം. If you take your textbook, എടുത്തോ? അപ്പൊ പേജ് നമ്പർ 70 എടുത്തോ എല്ലാവരും? അപ്പൊ നമ്മുടെ പാഠം 4 എന്തായിരുന്നു പഠിച്ചത്? എന്തായിരുന്നു റിലു? ആരെ പറ്റിയാ? പെൻസിലിനെ പറ്റി അല്ലെ? എന്തൊക്കെയായിരുന്നു പറഞ്ഞത് നമ്മള്? എന്തായിരുന്നു? കൂട്ടുകാരെ, നിങ്ങൾ എഴുതാനിരിക്കുമ്പോൾ നിങ്ങളുടെ വിരലുകൾക്കിടയിൽ എപ്പോഴും ഞാൻ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹത്തോടെ തലോടും, കീശയിലോ മേശയിലോ സൂക്ഷിച്ചു വെക്കും, ചിലപ്പോൾ പെട്ടിയിലും ആകാം. നീണ്ടു മെലിഞ്ഞവനാണ് ഞാൻ, അറ്റം കൂർത്തവനും. ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാനാണ് പെൻസിൽ. കുട്ടികളും ചിത്രകാരന്മാരുമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. എങ്കിലും എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യുന്ന എല്ലാവരുടെയും മേശപ്പുറത്ത് ഞാൻ ഉണ്ടാകും. അവരുടെ മനസ്സിലുള്ളത് കടലാസിലേക്ക് പകർത്തുന്നത് ആരാണ്? പെൻസിലാണ് അല്ലേ? അപ്പോ ജർമ്മനി എന്നൊരു രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ദൂരെയാണ്. അവിടെയാണ് ഞാൻ ജനിച്ചത്. ഏറെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്റെ ജനനം. ഇത്രയും കേട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കൗതുകമുണ്ടല്ലേ? ഞാൻ ഉണ്ടായത് എങ്ങനെ എന്നറിയാനുള്ള കൗതുകം. പറയാം. 2 മരച്ചീളുകൾ ചേർത്ത് വെച്ചാണ് എന്നെ ഉണ്ടാക്കുന്നത്. ആദ്യം കട്ടി കുറഞ്ഞ മരത്തടികൾ ചീളുകളാക്കി മാറ്റും. നടുവിൽ ലെഡ് വയ്ക്കും. പിന്നെ യന്ത്രങ്ങളുടെ സഹായത്തോടെ 2 ഭാഗങ്ങൾ ഒട്ടിച്ചു ചേർക്കും. തുടർന്ന് ചായം പൂശി ഭംഗിയാക്കും. അല്ലേ? ഇങ്ങനെ പെൻസിൽ ഉണ്ടാക്കുന്നത് പറഞ്ഞു അല്ലേ? എവിടെയാണ് പെൻസിലിന്റെ ജന്മദേശം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതുവരെ ആയിരുന്നു. അല്ല, ഇതും കൂടെ ഒരു പാരഗ്രാഫ് കൂടി പഠിച്ചു നമ്മള്. എന്റെ നടുവിലായി ഒരു കറുത്ത ഭാഗം കാണുന്നില്ലേ? അതാണ് എന്ത്? ലെഡ് അല്ലേ? വരയ്ക്കാനും എഴുതാനും പറ്റുന്നത് അതുള്ളത് കൊണ്ടാണ്. അപ്പൊ അടുത്ത പാരഗ്രാഫ് മുതൽ നമുക്ക് പഠിക്കണം അല്ലെ? അതുവരെ പഠിച്ചില്ലേ നമ്മള്? നെക്സ്റ്റ്. അപ്പോ എപ്പോഴും എനിക്കൊപ്പം ഉണ്ടാകാറുള്ള ഒരു ചങ്ങാതി ഉണ്ട്. ആരാണത്? ആരാണ് പെൻസിലിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആള്? റബ്ബർ. ഓക്കെ, റബ്ബർ അല്ലെ? റബ്ബർ ആണ് പെൻസിലിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നത്. എന്തിനൊക്കെയാണെന്ന് നോക്കണേ. ഒരു മനസ്സും 2 ശരീരവുമായി കഴിയുന്നവരാണ് ഞങ്ങൾ. എനിക്ക് പറ്റുന്ന തെറ്റുകൾ മായ്ച്ചു കളയാൻ സാധിക്കുന്നത് ആ ചങ്ങാതി കൂടെ ഉള്ളത് കൊണ്ടാണ് അല്ലേ? പെൻസിലിന് പറ്റുന്ന തെറ്റുകൾ മായ്ച്ചു കളയുന്ന ആരാ? റബ്ബറാണ് അല്ലേ? അതുകൊണ്ടാ പറഞ്ഞത് ഒരു മനസ്സും 2 ശരീരവുമായി കഴിയുന്നവരാണ് ഞങ്ങൾ. എനിക്ക് പറ്റുന്ന തെറ്റുകൾ മായ്ച്ചു കളയാൻ സാധിക്കുന്നത് ഈ റബ്ബർ ഉള്ളത് കൊണ്ടാണ് അല്ലേ? എന്തെങ്കിലും തെറ്റ് വന്നാൽ നമ്മൾ അതിനെ ഉടനെ മായ്ക്കും. അങ്ങനെ എഴുതി എഴുതി ഞാൻ ചെറുതായി പോകും. അപ്പോൾ നിങ്ങൾ എന്നെ കുറ്റി പെൻസിൽ എന്ന് വിളിച്ച് പരിഹസിക്കും. ഉപകാരമില്ലാതായാൽ എവിടെയെങ്കിലും വലിച്ചെറിയും. അപ്പോൾ എനിക്ക് കരച്ചിൽ വരും അല്ലേ? പെൻസിൽ കുറച്ച് ഇതാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അത് വലിച്ചു ചാടും അല്ലേ? അപ്പൊ അതിന് സങ്കടം വരുന്നാ പറയുന്നത് കേട്ടോ. കുറ്റി പെൻസിൽ എന്ന് വിളിച്ച് കളിയാക്കും. പിന്നെന്ത് ചെയ്യും? അതിനെ ഉപേക്ഷിക്കുമ്പോ അതിന് കരച്ചിൽ വരും. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും എനിക്കൊരു അഭിമാനമുണ്ട്. എന്താ അഭിമാനം? അക്ഷരങ്ങളായും വർണ്ണങ്ങളായും വെളിച്ചം പകർന്നാണല്ലോ ഞാൻ ഇല്ലാതായത് അല്ലേ? അക്ഷരങ്ങളായും വർണ്ണങ്ങളായും വെളിച്ചം പകർന്നാണല്ലോ ഞാൻ ഇല്ലായത് അല്ലെ? എഴുതി എഴുതി അറിവ് നൽകാൻ വേണ്ടി എഴുതി എഴുതിയിട്ടാണല്ലോ ഞാൻ ഇല്ലാതായത് എന്നൊരു എന്തുണ്ട്? അഭിമാനമുണ്ട്. ആർക്ക്? പെൻസിൽ. മനസ്സിലായോ? അപ്പൊ പെൻസിലിനെ പറ്റി നമ്മൾ എന്തൊക്കെ പഠിച്ചു? പെൻസിൽ കയ്യിൽ വെക്കുമ്പോ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാറുണ്ടോ ആരെങ്കിലും? അപ്പോ ഇന്ന് നമ്മൾ പഠിച്ചെന്താ? എനിക്ക് എപ്പോഴും ഒപ്പം ഉണ്ടാകാറുള്ള ഒരു ചങ്ങാതി ഉണ്ട്. ആരാത്? റബ്ബർ. അപ്പോ ഒരു മനസ്സും 2 ശരീരവുമായി കഴിയുന്നവരാണ് ഞങ്ങൾ. എനിക്ക് പറ്റുന്ന തെറ്റുകൾ മായ്ച്ചു കളയുന്നത് ആരാണ്? റബ്ബറാണ് അല്ലെ? അപ്പൊ കൂട്ടുകാർക്ക് ഉണ്ടാകുന്ന തെറ്റുകൾ മായ്ച്ചു കളയുന്നവരാണ് ആര്? യഥാർത്ഥ ചങ്ങാതിമാർ. എനിക്ക് പറ്റുന്ന തെറ്റുകൾ മായ്ച്ചു കളയാൻ സാധിക്കുന്നത് ആ ചങ്ങാതി കൂടെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ എഴുതി എഴുതി
ഞാൻ ചെറുതായി ചെറുതായി പോകും. അപ്പോൾ നിങ്ങൾ എന്നെ കുറ്റി പെൻസിൽ എന്ന് വിളിച്ച് പരിഹസിക്കും. ഉപകാരമില്ലാതായാൽ എവിടെയെങ്കിലും വലിച്ചെറിയും. അപ്പോൾ എനിക്ക് കരച്ചിൽ വരും. അതുകൊണ്ട് ഇനി എല്ലാവരും എന്ത് ചെയ്യണം? മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം മാത്രം അത് കളയുക കേട്ടോ. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും എനിക്കൊരു അഭിമാനമുണ്ട്. എന്താ അഭിമാനം? അക്ഷരങ്ങളായും വർണ്ണങ്ങളായും വെളിച്ചം പകർന്നാണല്ലോ ഞാൻ ഇല്ലാതായത് എന്നൊരു അഭിമാനം. മനസ്സിലായോ? അപ്പൊ ഇതാണ് പെൻസിലിന്റെ പടം. അപ്പൊ അക്ഷരം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ പറഞ്ഞത്? അക്ഷരം. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്ഷരം എന്ന പദത്തിന്റെ അർത്ഥം എന്താ? എന്താ പണി? എന്താ പണി? അക്ഷരം. ഓ, ഒന്നുകൂടി പറയണോ? നാശമില്ലാത്തതാണ് അക്ഷരം കേട്ടോ. എന്താ അർത്ഥം അക്ഷരത്തിന്റെ? നാശമില്ലാത്ത. ഈ പാഠം ഒന്നുകൂടി പറയണോ? അക്ഷരം നിലയുടെ അർത്ഥം എന്താ? നാശമില്ലാത്തത്. നെക്സ്റ്റ് ഏതാ? ഉപേക്ഷിക്കുക. എന്താ അർത്ഥം? വേണ്ടെന്ന് വയ്ക്കുക, ഉപേക്ഷിക്കുക. ചീള് എന്താ അർത്ഥം? കനം കുറഞ്ഞ മരക്കഷണം. ഓക്കെ. തലോടുക, പതുക്കെ തടവുക. തലോടുക എന്താ അർത്ഥം? പതുക്കെ തടവുക. പകർത്തുക, നോക്കി അതുപോലെ എഴുതുക. അല്ലേ? പകർത്തുക എന്താ അർത്ഥം? നോക്കി അതുപോലെ എഴുതുക. നെക്സ്റ്റ് ഏതാ? പൂശുക, തേക്കുക. പൂശുക, തേക്കുക. വർണ്ണം, നിറം. വർണ്ണം, നിറം. അല്ലേ? ഓക്കെ. ടെക്സ്റ്റ് ഒന്നുകൂടി പറയാട്ടോ, വായിക്കാം. പെൻസിൽ. പാഠം 4 പെൻസിൽ. കൂട്ടുകാരെ, നിങ്ങൾ എഴുതാനിരിക്കുമ്പോൾ നിങ്ങളുടെ വിരലുകൾക്കിടയിൽ എപ്പോഴും ഞാൻ ഉണ്ടാകും. വായിക്കുന്നത് ശ്രദ്ധിക്കണേ. വായിക്കുമ്പോ, ഇനി വായിപ്പിക്കുമ്പോ എല്ലാവർക്കും കിട്ടുമോ നോക്കണം. അതിനാ പറയുന്നത്, ശ്രദ്ധിക്കണം വായിക്കുമ്പോ. ചിലപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹത്തോടെ തലോടും. കീശയിലോ മേശയിലോ സൂക്ഷിച്ചു വെക്കും. ചിലപ്പോൾ പെട്ടിയിലും ആകാം. നീണ്ടു മെലിഞ്ഞവനാണ് ഞാൻ, അറ്റം കൂർത്തവനും. ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാനാണ് പെൻസിൽ. ഓക്കെ. കുട്ടികളും ചിത്രകാരന്മാരുമാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. എങ്കിലും എഴുതുകയോ വരക്കുകയോ ചെയ്യുന്ന എല്ലാവരുടെയും മേശപ്പുറത്ത് ഞാൻ ഉണ്ടാകും. ആര്? പെൻസിൽ. അവരുടെ മനസ്സിലുള്ളത് കടലാസിലേക്ക് പകർത്തുന്നത് പെൻസിലാണ്. അല്ലെ? ജർമ്മനി എന്നൊരു രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ദൂരെയാണ്. അവിടെയാണ് ഞാൻ ജനിച്ചത്. ഏറെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്റെ ജനനം. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കൗതുകം ഉണ്ടല്ലേ? ഞാൻ ഉണ്ടായത് എങ്ങനെ എന്നറിയാനുള്ള കൗതുകം. പറയാം. 2 മരച്ചീലുകൾ ചേർത്ത് വെച്ചാണ് എന്നെ ഉണ്ടാക്കുന്നത്. ആദ്യം കട്ടി കുറഞ്ഞ മരത്തടികൾ ചീലുകളാക്കി മാറ്റും. നടുവിൽ ലെഡ് വയ്ക്കും. നടുവിലുള്ള സാധനത്തിന് എന്താ പറയാ? ലെഡ്. പിന്നെ യന്ത്രങ്ങളുടെ സഹായത്തോടെ 2 ഭാഗങ്ങൾ ഒട്ടിച്ചു ചേർക്കും. തുടർന്ന് ചായം പൂശി ഭംഗിയാക്കും. അല്ലേ? ഇങ്ങനെയാണ് പെൻസിൽ ഉണ്ടാക്കുന്നത്. എന്റെ നടുവിലായി ഒരു കറുത്ത ഭാഗം കാണുന്നില്ലേ? അതാണ് ലെഡ്. വരയ്ക്കാനും എഴുതാനും പറ്റുന്നത് ഈ ലെഡ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. എപ്പോഴും എനിക്കൊപ്പം ഉണ്ടാകാറുള്ള ഒരു ചങ്ങാതി ഉണ്ട്. ആരാണ്? റബ്ബർ. ഒരു മനസ്സും 2 ശരീരവുമായി കഴിയുന്നവരാണ് ഞങ്ങൾ. എനിക്ക് പറ്റുന്ന തെറ്റുകൾ മായ്ച്ചു കളയാൻ സാധിക്കുന്ന ആരുള്ളത് കൊണ്ടാ? റബ്ബർ കൂടെ ഉള്ളത് കൊണ്ട്. ആ ചങ്ങാതി കൂടെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ എഴുതി എഴുതി ഞാൻ ചെറുതായി ചെറുതായി പോകും. അപ്പൊ എന്ത് ചെയ്യും? എല്ലാരും കുറ്റി പെൻസിൽ എന്ന് വിളിച്ച് പരിഹസിക്കും. അല്ലെ? പിന്നെന്താ? ഉപകാരമില്ലാതായാൽ എവിടെയെങ്കിലും വലിച്ചെറിയും. അപ്പോൾ എനിക്ക് കരച്ചിൽ വരും. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും എനിക്കൊരു അഭിമാനമുണ്ട്. എന്താ അഭിമാനം? അക്ഷരങ്ങളായും വർണ്ണങ്ങളായും വെളിച്ചം പകർന്നാണല്ലോ ഞാൻ ഇല്ലാതായത്. എന്താ? ആരെ എഴുതുന്നത്? നിങ്ങളുടെ സ്വന്തം പെൻസിൽ. ഒരു കത്ത് എഴുതും പോലെ കൂട്ടുകാരി നിങ്ങൾക്ക് എഴുതിയാണ് കേട്ടോ പെൻസില്. ഓക്കെ. പെൻസിലിന്റെ കഥ എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ ഈ പാഠമക്കളെ? പെൻസിലിനെ പറ്റി എന്തെങ്കിലും അറിയാം അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി നമ്മളത് മനസ്സിലാക്കി അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് പാഠം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മിസ്. അപ്പൊ അർത്ഥം പറഞ്ഞു. അക്ഷരം
തൊട്ടപ്പുറത്ത് എഴുതിക്കോ അക്ഷരം. എന്താ അക്ഷരത്തിന് നേരെ എഴുതിയേ ടെക്സ്റ്റില്? എല്ലാവരും പെൻസിൽ എടുത്തിട്ട്. ഓക്കെ, ജെവിൻ എഴുതിയോ മോനെ? എന്താ ജെവിൻ പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ മോൻ. അക്ഷരത്തിന്റെ നാശമില്ലാത്തത്. ആ എഴുതിയോ? അക്ഷരം നാശമില്ലാത്തത്. ഉപേക്ഷിക്കുക, വേണ്ടെന്ന് വെക്കുക. ചീള്, കനം കുറഞ്ഞ മരക്കഷ്ണം. തലോടുക, പതുക്കെ തടവുക. തലോടാറില്ലേ നിങ്ങളെ അച്ഛനും അമ്മയും? ഇല്ലേ? പതുക്കെ തടവാറില്ലേ നല്ല സ്നേഹത്തോടെ? അത് ഞാൻ പറയാ തലോടുക. പകർത്തുക ഇല്ലേ? തലോടാറില്ലേ? പകർത്തുക, എന്താ അർത്ഥം പകർത്തുക? നോക്കി അതുപോലെ എഴുതുക, അതിനാ പറയുക എന്ത്? പകർത്തുക. പൂശുക, തേക്കുക. പിന്നെന്താ? വർണ്ണം. വർണ്ണം എന്ന് പറഞ്ഞ എന്താ? കളർ അല്ലെ? പല വർണ്ണങ്ങൾ എന്ന് പറയില്ലേ നമ്മള്, പല നിറങ്ങള്. ഓക്കെ, വർണ്ണം, നിറം. അത് എഴുതണം കേട്ടോ. എല്ലാരും എഴുതിയോ? ഓക്കെ, എല്ലാരും എഴുതി റെഡിയാക്കി വെച്ചു അല്ലെ? ഓക്കെ, അപ്പൊ പൂശുക, വർണ്ണം, ഈ രണ്ടെണ്ണം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പൂശുക എന്ന് പറഞ്ഞാൽ തേക്കുക, വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം. നേരെ എഴുതി വെക്കണേ. വർണ്ണം, നിറം, പൂശുക, തേക്കുക. ഓക്കെ, എന്താ കൈസേ? പറയണോ ഒന്നുകൂടി അർത്ഥം? ഒന്നും കൂടി അർത്ഥം പറയാ. പറയാ. അപ്പൊ ആദ്യത്തെ അക്ഷരം എന്താ? അക്ഷരം എന്നതിന്റെ അർത്ഥം നാശമില്ലാത്തത്. എഴുതിയോ? നേരെ എഴുതി, നാശമില്ലാത്തത്. നെക്സ്റ്റ് ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കുക എന്താ അർത്ഥം? വേണ്ടെന്ന് വയ്ക്കുക. എഴുതിയോ കൈസേ? ചീള് എന്താ അർത്ഥം? കനം കുറഞ്ഞ മരക്കഷണം. എന്താണ്? കനം കുറഞ്ഞ മരക്കഷണമാണ് എന്ത്? ചീള്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? തലോടുക. എന്താ അർത്ഥം? പതുക്കെ തടവുക. തലോടുക, പതുക്കെ തടവുക. എഴുതിയോ? നെക്സ്റ്റ് പൂശുക, തേക്കുക. കൈസല്ലേ എഴുതുന്ന കൈസേ? ബാക്കിയെല്ലാം എഴുതിന്ന് പറയടാ. ബാക്കിയെല്ലാം എഴുതിനി. ഓക്കെ, എന്നാ പൂശുക, തേക്കുക. വർണ്ണം, നിറം. ഓക്കെ, കഴിഞ്ഞോ? വർണ്ണം, നിറം. ഓക്കെ, അപ്പോ ഇന്ന് ഈ പാഠം ആരാ വായിക്കുന്നേ? ഫസ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ, എഡ്വിൻ. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട് എഡ്വിൻ. ടെക്സ്റ്റ് വായിച്ചേ. ഞാൻ വായിക്കാനല്ല. പിന്നെന്താ? പകർത്തുക എന്നുള്ളതിന്റെ പകർത്തുക എന്നുള്ളതിന്റെ അർത്ഥം നോക്കി അതുപോലെ എഴുതുക. നമ്മൾ പറയില്ലേ നോട്ടിലേക്ക് പകർത്തി എഴുതുക എന്ന്. അപ്പൊ നോക്കി അതുപോലെ എഴുതുകയാണ് എന്ത്? പകർത്തുക. നോക്കി അതുപോലെ എഴുതുക. എഴുതിയോ? വായിക്കുന്നവരാരാ? ഏഞ്ചൽ റോസ. ഓക്കെ, എഴുതിയോ മോനെ? എഡ്വിൻ എഴുതിയോ? നെക്സ്റ്റ് എഴുതിയോ? അപ്പൊ ഏഞ്ചൽ റോസ് ഒന്ന് വായിച്ചേ. വായിച്ചോ? വായിക്കുന്നുണ്ടോ?
കേൾക്കുന്നില്ല മോളെ ഏഞ്ചല്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? ഓക്കെ ഏഞ്ചല് വൃത്തി ഒന്ന് ഇത് വെച്ചേ, ഹെഡ്സെറ്റ് ഒന്ന് നേരെ വെച്ച് വായിച്ചേ. സൗണ്ട് ക്ലിയർ കേൾക്കുന്നില്ല. ഇല്ലടാ കേട്ടെ, വായിക്കുന്ന കേൾക്കുന്നില്ല ഇവിടെ. കേൾക്കുന്നില്ലടാ, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. നിങ്ങൾ എഴുതാനിരിക്കുമ്പോൾ വിരലുകൾക്കിടയിൽ എപ്പോഴും ഞാൻ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹത്തോടെ തലോടും, കീശയിലോ മേശയിലോ സൂക്ഷിച്ചു വെക്കും, ചിലപ്പോൾ പെട്ടിയിലുമാകാം. നീണ്ടു മെലിഞ്ഞവനാണ് ഞാൻ, അറ്റം കൂർത്തവനും. ഇപ്പോൾ മനസ്സിലായില്ലേ, ഞാനാണ് പെൻസിൽ. കുട്ടികളും ചിത്രകാരന്മാരുമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. എങ്കിലും എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യുന്ന എല്ലാവരുടെയും മേശപ്പുറത്ത് ഞാൻ ഉണ്ടാകും. അവരുടെ മനസ്സിലുള്ളത് കടലാസിലേക്ക് പകർത്തുന്നത് ഞാനാണ്. ജർമ്മനി എന്നൊരു രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ദൂരെയാണ്. അവിടെയാണ് ഞാൻ ജനിച്ചത്. ഏറെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്റെ ജനനം. ഇത്രയും കേട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കൗതുകമുണ്ടല്ലോ. ഞാൻ ഉണ്ടായത് എങ്ങനെയെന്നറിയാനുള്ള കൗതുകം. പറയാം. 2 മരച്ചില്ലുകൾ ചേർത്ത് വെച്ചാണ് എന്നെ ഉണ്ടാക്കുന്നത്. ആദ്യം കട്ടി കുറഞ്ഞ മരത്തടികൾ ചീളുകളാക്കി മാറ്റും. നടുവിൽ ലെഡ് വെക്കും. പിന്നെ യന്ത്രങ്ങളുടെ സഹായത്തോടെ 2 ഭാഗങ്ങൾ ഒട്ടിച്ചു ചേർക്കും. തുടർന്നു ചായം പൂശും, ഭംഗിയാക്കും. എന്റെ നടുവിലായി ഒരു കൂർത്ത ഭാഗം കാണുന്നില്ലേ? അതാണ് ലെഡ്. വരയ്ക്കാനും എഴുതാനും പറ്റുന്നത് അതുള്ളത് കൊണ്ടാണ്. എപ്പോഴും എനിക്കൊപ്പം ഉണ്ടാകാറുള്ള ഒരു ചങ്ങാതിയുണ്ട്, റബ്ബർ. ഒരു മനസ്സും 2 ശരീരവുമായി കഴിയുന്നവരാണ് ഞങ്ങൾ. എനിക്ക് പറ്റുന്ന തെറ്റുകൾ മായ്ച്ചു കളയാൻ സാധിക്കുന്നത് ആ ചങ്ങാതി കൂടെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ എഴുതി ഞാൻ ചെറുതായി പോകും. അപ്പോൾ നിങ്ങൾ എന്നെ കുറ്റിപ്പെൻസിൽ എന്ന് വിളിച്ച് പരിഹസിക്കും. ഉപകാരമില്ലാതായാൽ എവിടെയെങ്കിലും വലിച്ചെറിയും. അപ്പോൾ എനിക്ക് കരിച്ചിൽ വരും. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും എനിക്കൊരു അഭിമാനമുണ്ട്. അക്ഷരങ്ങളായും വർണ്ണങ്ങളായും വെളിച്ചം പകർന്നുമാണല്ലോ ഞാൻ ഇല്ലാതായത്. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? സൂപ്പറായി വായിച്ചു കേട്ടോ മോളെ. ആരാ? ജെവിൻ ജേക്കബ് ജോയ്. ഓക്കെ. പാഠം 4. പെൻസിൽ. കൂട്ടുകാരെ, നിങ്ങൾ എഴുതാനിരിക്കുമ്പോൾ നിങ്ങളുടെ വിരലിനിടയ്ക്കിൽ എപ്പോഴും ഞാൻ ഉണ്ടാകും. വിരലിനിടയിൽ എപ്പോഴും ഞാൻ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹത്തോടെ തലോടും, മേശയിലോ സൂക്ഷിച്ചു വെക്കും, ചിലപ്പോൾ പെട്ടിയിലുമാകാം. നീണ്ടു മെലിഞ്ഞവനാണ് ഞാൻ, അറ്റം കൂർത്തവനും. ഇപ്പോൾ മനസ്സിലായില്ലേ, ഞാനാണ് പെൻസിൽ. കുട്ടികളും ചിത്രകാരന്മാരുമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. എങ്കിലും എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യുന്ന
എല്ലാവരുടെയും മേശപ്പുറത്താണ്. മേശപ്പുറത്ത് ഞാൻ ഉണ്ടാകും. അവരുടെ മനസ്സിൽ കടലാസിലേക്ക് പകർത്തുന്നത് ഞാനാണ്. ജർമ്മനി എന്നൊരു രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ദൂരെയാണ്. അവിടെയാണ് ഞാൻ ജനിച്ചത്. ഏറെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്റെ ജനനം. ഇത്രയും കേട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കൗതുകം ഉണ്ടല്ലോ. ഞാൻ ഉണ്ടായത് എങ്ങനെ എന്നുള്ള കൗതുകം പറയാം. 2 മരച്ചീലുകൾ ചേർത്ത് വെച്ച് ആണ് എന്നെ ഉണ്ടാക്കുന്നത്. ആദ്യം കട്ടി കുറഞ്ഞ മരത്തടികൾ ചീലുകളായി മാറ്റും. നടുവിൽ ലഡ്ഡു വെക്കും. പിന്നെ സഹായത്തോടെ 2 ഭാഗങ്ങൾ ചേർക്കും. തുടർന്ന് ചായം പൂശി ഭംഗിയാക്കും. എന്റെ നടുവിലായി ഒരു കൂർത്ത ഭാഗം കാണുന്നില്ലേ? അതാണ് ലഡ്ഡു. വരയ്ക്കാനും എഴുതാനും പറ്റുന്നത് അതുള്ളത് കൊണ്ടാണ്. എപ്പോഴും എനിക്കൊപ്പം ഉണ്ടാകുന്ന ഒരു ചങ്ങാതിയുണ്ട്. ആരാത്? റബ്ബർ. ഒരു മനസ്സും 2 ശരീരവുമായി കഴിയുന്നവരാണ് ഞങ്ങൾ. എനിക്കും പറ്റുന്ന തെറ്റുകൾ കളയാൻ സാധിക്കുന്നത് അത് ആ ചങ്ങാതി കൂടെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ എഴുതി ചെറുതായി ചെറുതായി പോകും. അപ്പോൾ നിങ്ങൾ എന്നെ എന്ത് വിളിച്ച് കളിയാക്കും? കുട്ടി പെൻസിൽ എന്ന് വിളിച്ച് കളിയാക്കും, പരിഹസിക്കും. ഉപകാരം ഇല്ലാതായാൽ വലിച്ചെറിയും. കരച്ചിൽ വരും. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും എനിക്കൊരു അഭിമാനമുണ്ട്. അക്ഷരങ്ങളായും വെളിച്ചം പകർന്നാണല്ലോ ഞാൻ ഇല്ലാതായത്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? നെക്സ്റ്റ് ആരാധ്യ പ്രജിത്ത്. ഒന്ന് വായിച്ചേ മോളെ. ആരാധ്യ കുട്ടി എന്തുണ്ട്? ഒന്ന് വായിച്ചേ. ആരാധ്യ പ്രജിത്ത്. ആരാധ്യ പോയോ? ആരാധ്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, വായിച്ചേ. നിങ്ങൾ എഴുതാനിരിക്കുമ്പോൾ നിങ്ങളുടെ വിരലുകൾക്കിടയിൽ എപ്പോഴും ഞാൻ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹത്തോടെ തലോടും. കീശയിലോ മേശയിലോ സൂക്ഷിച്ചു വെക്കും. ചിലപ്പോൾ
പെട്ടിയിലുമാകാം. പെട്ടിയിലുമാകാം. നീണ്ടു മെലിഞ്ഞവനാണ് ഞാൻ. അറ്റം കൂട്ടവനും. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാനാണ് പെൻസിൽ. ഓക്കെ. കുട്ടികളും ചിത്രകാരന്മാരുമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. എങ്കിലും എഴുതിക്കഴിഞ്ഞാൽ എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യുന്ന എല്ലാ വീഡിയോയും മേശപ്പുറത്ത് ഞാനുണ്ടാകും. അവരുടെ മനസ്സിലുള്ളത് കടലാസിലേക്കും പകർത്തുന്നത് ഞാനാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് അലൻ മാത്യു ഒന്ന് വായിച്ചേ. അലൻ കൊറേ സമയമായി ഞാൻ വായിക്കാ പറയും. പെൻസിൽ. കൂട്ടുകാരി പെൻസിൽ അവിടുന്ന് ബാക്കി ഇപ്പൊ ആരാധ്യ വായിച്ചതിന്റെ ബാലൻസ് ആയിട്ട്. ആരാധ്യ വായിച്ചില്ലേ? എവിടെയാ നിർത്തിയത്? ശ്രദ്ധിക്കാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാവരോടും? കടലാസിലേക്ക് പകർത്തുന്നത് ഞാനാണ്. ജർമ്മനിന്ന് മുതല്, അതായത് 18. ജർമ്മനി എന്നൊരു രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ദൂരെയാണ്. അവിടെയാണ് ഞാൻ ജനിച്ചത്. ഏറെ വർഷങ്ങൾക്ക് മുമ്പാണ് എന്റെ ജനനം. എത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് കൗതുകം ഉണ്ടല്ലേ? ഞാൻ ഉണ്ടായത് എങ്ങനെ എന്നറിയാനുള്ള കൗതുകം പറയാം. 2 മരച്ചില്ലകൾ ചേർത്ത് വെച്ചാണ് എന്നെ ഉണ്ടാക്കുന്നത്. ആദ്യം കട്ടി കുറഞ്ഞ മരത്തടികൾ ചീളുകളാക്കി മാറ്റും. നടുവിൽ ലേഡ് വയ്ക്കും. പിന്നെ യന്ത്രങ്ങളുടെ സഹായത്തോടെ രണ്ട് ഭാഗങ്ങൾ ഒട്ടിച്ചു ചേർക്കും. തുടർന്ന് ചായം പൂശി ഭംഗിയാക്കും. എന്റെ നടുവിലായി ഒരു കറുത്ത ഭാഗം കാണുന്നില്ലേ? അതാണ് ലെഡ്. വരയ്ക്കാനും എഴുതാനും പറ്റുന്നത് അതുള്ളത് കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും എനിക്കെപ്പോഴും മുണ്ടാകാറുള്ള ഒരു ചങ്ങാതിയുണ്ട്, റബ്ബർ. ഒരു മനസ്സും രണ്ട് ശരീരവുമായി കഴിയുന്നവരാണ് ഞങ്ങൾ. എനിക്ക് പറ്റുന്ന തെറ്റുകൾ മായ്ച്ചു കളയാൻ സാധിക്കുന്ന ആ ചങ്ങാതി ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ എഴുതി ഞാൻ ചെറുതായി പോകും. അപ്പോൾ നിങ്ങൾ കുട്ടി പെൻസിലിന് എന്നെ വിളിച്ചു പരിഹസിക്കും. ഉപകാരമില്ലാതായാൽ എവിടെയെങ്കിലും വലിച്ചെറിയും. അപ്പോൾ എനിക്ക് കരച്ചിൽ വരും. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും
എനിക്കൊരു അഭിമാനമുണ്ട്. എന്താ അഭിമാനം? അഭിമാനമുണ്ട്. ആ, അക്ഷരങ്ങളായും വർണ്ണങ്ങളായും വെളിച്ചം പകർന്നാണല്ലോ ഞാൻ ഇല്ലാതായത്. നിങ്ങളുടെ ഓ ഇനി പകർത്തുക എന്നുള്ളതിന്റെ അർത്ഥം പകർത്തുകയും പൂശുകയും എനിക്ക് കിട്ടിയില്ലായിരുന്നു. എന്ന് പറഞ്ഞാ എന്താ? നോക്കി അതുപോലെ എഴുതുക. നോക്കി അതുപോലെ എഴുതുക. പൂശുക എന്താ അർത്ഥം? തേക്കുക. നമ്മള് ചായം പൂശലെന്ന് കേട്ടിട്ടില്ലേ? അപ്പോ പൂശുക, തേക്കുക. നെക്സ്റ്റ് മുഹമ്മദ് ഫവാസ് ഒന്ന് വായിച്ചേ മോനെ. ഓക്കെ, അൺമ്യൂട്ട് ചെയ് പ്ലീസ്. അൺമ്യൂട്ട്. മുഹമ്മദ് ഫവാസെ അൺമ്യൂട്ട് ചെയ്തേ മോനെ. ക്ലാസിന്റെ സമയം കഴിയാറായി, വേഗം. പെൻസിൽ. കൂട്ടുകാരെ, നിങ്ങൾ എഴുതാനിരിക്കുമ്പോൾ നിങ്ങളുടെ വിരലുകൾക്കിടയിൽ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹത്തോടെ തലോടും. ഈശയിലോ മേശയിലോ സൂക്ഷിച്ചു വെക്കും. ചിലപ്പോൾ നീണ്ടു മെലിഞ്ഞവനാണ് ഞാൻ. അറ്റം കുറഞ്ഞവനും കൂർത്തവനും ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാനാണ് പെൻസിൽ. കുട്ടികളും ചിത്രകാരന്മാരുമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. എങ്കിലും എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യുന്ന എല്ലാവരുടെയും മേശപ്പുറത്ത് ഞാൻ ഉണ്ടാകും. അവരുടെ മനസ്സിലുള്ളത് കടലാസിലേക്ക് പകർത്തുന്നത് ഞാനാണ്. നമ്മുടെ ക്ലാസ്സിന് ടൈം കഴിയാറായേ, ചിലപ്പോ കട്ടാവുവേ. വായിച്ചു. ജർമ്മനി എന്ന രാജ്യത്തെ കുറിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ദൂരെയാണ്. അവിടെയാണ് ഞാൻ ജനിച്ചത്. ഏറെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്റെ ജനനം. ഇത്രയും കേട്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കൗതുകമുണ്ടല്ലേ? ഞാൻ ഉണ്ടായത് എങ്ങനെ എന്നറിയാനുള്ള കൗതുകം. ഞാൻ എങ്ങനെ ഉണ്ടായെന്ന് കൗതുകം പറയാം. രണ്ടു മരച്ചില്ലകൾ ചേർത്തു വെച്ചാണ് എന്നെ ഉണ്ടാക്കുന്നത്. ആദ്യം